കണ്ടുമുട്ടിയ കാര്യം ഒരുപാടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേരെന്തുവാണ്, യൂട്യൂബ് ചാനലിൽ എങ്ങനെയായിരുന്നു, ഇതിനു മുമ്പ് എങ്ങനെയായിരുന്നു, എൻ്റെ കൂടെ ആരായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ എന്തോ സാഹചര്യം ജീവിക്കാൻ അനുവദിച്ചില്ല. ഹായ്, പാറു ആൻഡ് സജി കല്ലുവാതിക്കൽ. കുറച്ചു പേർക്കൊക്കെ ഇവർ അറിയുന്നുണ്ടാകുമെന്ന് കരുതുന്നു. രണ്ടുപേരും അത്യാവശ്യം അറിയുന്ന പാട്ടുകാരാണ്. നാടൻ പാട്ടുകളൊക്കെ അടിപൊളിയായിട്ട് പാടും. അതിനു പുറമെ ഇവർ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരും കൂടിയായിരുന്നു. സജി പാറു എന്നായിരുന്നു ഇവർ അറിയപ്പെട്ടിരുന്നത്. ആ ഒരു പേരിലാണ് ഇവർ ഫേമസ് ആയത്. പാട്ട് പാടുന്ന ദമ്പതികൾ എന്ന നിലയ്ക്ക് ഇവർക്ക് സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം നല്ല അറ്റൻഷൻ കിട്ടിയിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഏകദേശം 1 വർഷം മുമ്പ് ഇവർ രണ്ടുപേരും പിരിയുന്നത്. സജീവുമായി പിരിയുന്ന കാര്യം ആദ്യമായി അന്ന് തുറന്നു പറഞ്ഞത് പാറുവാണ്. അതിനുശേഷം സജീവും ഒരു വീഡിയോ ചെയ്തു. എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചു, പാറു തിരിച്ചു വരുന്നതും കാത്തിരിക്കുകയാണ് ഞാൻ. അവളല്ലാതെ എന്റെ ജീവിതത്തിൽ വേറൊരു പെണ്ണില്ല എന്നൊക്കെ പറഞ്ഞാണ് അന്ന് സജി വീഡിയോ ചെയ്തത്. എന്നാൽ ഇപ്പൊ ഏകദേശം 1 വർഷം ആവാനായി. ഈ വിഷയത്തിൽ സജി ഇപ്പൊ മറ്റൊരു വീഡിയോയുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. സജി ഒറ്റക്കല്ല, പാറു അല്ലാതെ എന്റെ ജീവിതത്തിൽ മറ്റൊരു പെണ്ണില്ല എന്ന് പറഞ്ഞ സജി പിന്നീട് പുതിയ കല്യാണമൊക്കെ കഴിച്ചു. ഭാര്യയുടെ കൂടെ ഒരുമിച്ചാണ് ഇപ്പൊ വീഡിയോ ചെയ്തിട്ടുള്ളത്. നമുക്ക് എന്തായാലും ആദ്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പാറു ചെയ്ത വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അതിനുശേഷം സജിക്ക് പറയാനുള്ളത് എന്താണെന്നുള്ളത് കേട്ടു നോക്കാം. എല്ലാവർക്കും നമസ്കാരം, ഞാൻ പാറുവാണ്. ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ തന്നെ കാരണം, കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ അക്കൗണ്ടിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ പോസ്റ്റർ, അതായത് ഞങ്ങളുടെ പ്രോഗ്രാമിന്റെ പോസ്റ്റർ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് സജി പാറു എന്ന് പറഞ്ഞിരുന്ന ആ പേരിൽ ഇപ്പൊ സജിയെ കാണുന്നില്ല, പാറു മാത്രമേ ഉള്ളൂ. ആ പോസ്റ്ററിൽ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ കമന്റിൽ ഒരുപാട് പേര് ചോദിക്കുന്നു, സജി എവിടെ, സജി എവിടെ, സജി എന്താ കാണാത്തെ, സജിയും പാറു ഇപ്പൊ ഒരുമിച്ചല്ലേ എന്നൊക്കെയുള്ള ഒരുപാട് കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, പേഴ്സണലി എനിക്ക് കോളും മെസ്സേജൊക്കെ വരുന്നുണ്ട്, സജി എന്തിയെന്ന് ചോദിച്ചുകൊണ്ട്. വേറൊന്നുമല്ല, കുറച്ച് ഫാമിലി ഇഷ്യൂസ് കാരണം ഇപ്പൊ ഞാനും, അതായത് സജി പാറുവും സജി ഇപ്പം സെപ്പറേറ്റഡ് ആണ്. അതിന്റെ കാരണം ഒരു പൊതുവേദിയിൽ പറയാൻ പറ്റുന്ന കാരണം അല്ലാത്തത് കൊണ്ട്, അത് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടും ഞാനതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അത് തികച്ചും വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ പ്രോഗ്രാം നിർത്തിയോ, ഇനി പ്രോഗ്രാം ഇല്ലേ, പാറു പാടുന്നില്ലേ, അല്ലെങ്കിൽ സജി പാടുന്നില്ലേ എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങളുടെ സമിതി ഉണ്ട്, V1 ഫോക്ക് മീഡിയ എന്നാണ് ഞങ്ങളുടെ സമിതിയുടെ പേര്. പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. പ്രോഗ്രാമിൽ സജി മാത്രമേ ഇല്ലാതുള്ളൂ, പാറു ഉണ്ട്. ബാക്കിയുള്ള ടീംസ് എല്ലാം, ഞങ്ങളുടെ ഓർക്കസ്ട്ര ടീം, പാട്ടുകാർ, വിഷ്വലുകാർ എല്ലാവരും ഉണ്ട്, പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അപ്പോ പ്രോഗ്രാം ബുക്ക് ചെയ്യുന്നതിനായിട്ട് രതീഷ് ചിറയൻകീഴ് ചേട്ടൻ അമ്മ പ്രോഗ്രാം ഏജൻസി ആണ്. അപ്പൊ ചേട്ടനെ കോൺടാക്ട് ചെയ്താൽ മതി. അതുപോലെ തന്നെ എന്റെ കോൺടാക്ട് നമ്പർ ഞാൻ അതിനകത്ത് വെക്കുന്നുണ്ട്, ഈ വീഡിയോക്ക് മുകളിൽ വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ കാരണം എല്ലാവരും ചോദിക്കുന്ന ഓരോ കമന്റിനും കയറി റിപ്ലൈ ഇടുന്നതിനേക്കാളും നല്ലത് ഇതുപോലൊരു ചെറിയ വീഡിയോ ചെയ്തിടാന്ന് വിചാരിച്ചു. അതിനുള്ള കാരണം പറയാന്ന് വിചാരിച്ചു. അപ്പോൾ സജിയും പാറുവിൽ ഇനി പാറു മാത്രമേ ഉള്ളൂ, സജി ഇല്ല. അത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ, കേട്ടല്ലോ. ഏകദേശം 8 മാസം മുമ്പ് പാറു ചെയ്തൊരു വീഡിയോ ആണിത്. സജീവമായി പിരിയാനുള്ള കാരണം എന്താണെന്നുള്ളത് പാറു പറയുന്നില്ല. പബ്ലിക്കായി പറയാൻ പറ്റാത്തൊരു കാര്യമാണെന്ന് മാത്രമേ പാറു പറയുന്നുള്ളൂ. എന്തായാലും പാറുവിന്റെ വീഡിയോക്ക് ശേഷം സജിക്ക് നേരെ ഒരുപാട് ചോദ്യങ്ങൾ വരാൻ തുടങ്ങി. എന്താണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും പറ്റിയത്? നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുണ്ടാവുമ്പോഴാണ് രസം, ഒരുമിച്ച് പാടുമ്പോൾ ഒരു വൈബുള്ളൂ. എത്രയും പെട്ടെന്ന് പാറുവിനെ തിരിച്ചു വിളിച്ചു കൊണ്ടുപോവാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സജിന്റെ വീഡിയോക്ക് താഴെ എല്ലാവരും കമന്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് സജി ആദ്യമായി വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. 8 മാസം മുമ്പുള്ള ആ വീഡിയോയുടെ ചില ഭാഗങ്ങൾ ഞാനിവിടെ പ്ലേ ചെയ്യാം. നമസ്കാരം, സജി കല്ലുവാതിക്കലാണ്. ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ കാരണം, ഞാനിപ്പം ഈ ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിൽ ഞാനൊരു ഇടയ്ക്ക് എൻ്റെ പാട്ടുകളൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഓരോരുത്തർ കമൻറ്റ് ചെയ്യുന്നുണ്ട്, പാറുവിനെ വിളിച്ചുകൊണ്ട് പോവാ, നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുക, പാറു ഇല്ലാതെ നിൻ്റെ പാട്ട് കൊള്ളത്തില്ലെന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ ചേട്ടാ, അതൊക്കെ ഞാൻ അംഗീകരിക്കുന്നുണ്ട്. അതൊക്കെ നല്ല കാര്യങ്ങളാണ്, ഞാൻ അംഗീകരിക്കുന്നുണ്ട്. ഞാനൊരിക്കലും പറയുന്നില്ല എൻ്റെ പാട്ട് നല്ലതെന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ നിങ്ങൾ കഴിഞ്ഞ ഒരു മാസത്തിൽ പാറുവിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടായിരിക്കും. ഇനി സജി പാറുവിൽ പാറു മാത്രമേ ഉള്ളൂ, സജി ഇല്ലാന്ന്. അപ്പോൾ കാരണങ്ങൾ എന്തുമാകട്ടെ, ഏതുമായിക്കോട്ടെ, അതെനിക്ക് പബ്ലിക്കിൻ്റെ ഇടയിൽ ഞങ്ങൾ പറഞ്ഞില്ല. ഇപ്പോൾ എൻ്റെ കുറ്റമായിരിക്കാം, ചിലപ്പോൾ അവളെ കുറ്റങ്ങളായിരിക്കാം. ചിലപ്പം ജീവിതമാകുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റങ്ങൾ കുറവുകളുണ്ടാവും. പിന്നെ അതൊരു പബ്ലിക്കിൻ്റെ ഇടയിൽ എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾ പിന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തു പോകുന്നതാണല്ലോ ജീവിതം. പണ്ടുള്ളവർ പഴമക്കാർ പറയുന്ന പോലെ ജീവിതമാകുമ്പം ചട്ടിയും കലം പോലെ തട്ടിമുട്ടിയിരിക്കും. അതോടെയും പിന്നെയും നമ്മൾ വാങ്ങും. അങ്ങനെയാണ് നമ്മുടെ ജീവിതം. വാങ്ങുമെന്ന് പറയുന്നത് മീൻസ് തെറ്റുകളുണ്ടാവും, തിരുത്തിപ്പോവും, അതാണ്. പിന്നെ എന്താ പറയുക, ഒരു കൈ കൂട്ടിമുട്ടിയ ശബ്ദം ഉണ്ടാകത്തില്ല, 2 കൈയും കൂടെ കൂട്ടിമുട്ടിയാൽ മാത്രമേ ശബ്ദം ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്താണ് കാരണമെന്ന് എനിക്ക് പേജിൽ പറയാനൊന്നും പറ്റത്തില്ല, എനിക്ക് പബ്ലിക്കായിട്ട് പറയാൻ പറ്റില്ല. അത് പറയേണ്ടുള്ളിടത്ത് ഞാൻ പറയുന്നുണ്ട്. ഞാൻ പറയേണ്ടുള്ളിടത്ത് അത് ആ കാര്യം വ്യക്തമാക്കുന്നുണ്ട്. പിന്നെ ഞാൻ പാറുവിനെ പോയി വിളിച്ചുകൊണ്ട് വാ എന്ന് പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഞങ്ങൾ അതിന് മീഡിയേറ്ററായിട്ട് അതിനാളിനെ ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട്.
ഞാനും പോയി സംസാരിച്ചതാണ്, ഇപ്പോഴും പറയുന്നതാണ്. അപ്പോഴേ ഞാൻ പറഞ്ഞൊരു കാര്യം, ഞാനിതുവരെ പാറുവിനെ ഉപേക്ഷിച്ചിട്ടില്ല. പാറുവിനെ എനിക്ക് ഉപേക്ഷിക്കാൻ താല്പര്യമില്ല. ഇന്നും തെറ്റുകളെല്ലാം തിരുത്തി സന്തോഷത്തോടെ മുമ്പോട്ട് പോയി ജീവിക്കാനുള്ള ആഗ്രഹത്തോടു കൂടി തന്നെയാണ് ഞാനിപ്പോഴും ജീവിക്കുന്നത്. ഇപ്പം ഞാൻ നല്ലതാണെന്ന് പറയുന്നില്ല, എൻ്റെ ജീവിതത്തിൽ ഞാൻ നല്ലതാണെന്ന് പറയുന്നില്ല. എൻ്റെ ഭാഗത്ത് വീഴ്ചകളും കുറ്റങ്ങളും കുറവുകളും വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ അവളുടെ ഭാഗത്തും വീഴ്ചകളും കുറ്റങ്ങളും കുറവുകളും വന്നിട്ടുണ്ട്. രണ്ടുപേരും കൂടെ പരസ്പരം ധാരണയിൽ പോവാം എന്നേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഞാൻ ഒരിക്കലും ഡിവോഴ്സ് പേപ്പർ ഒപ്പിട്ട് കൊടുക്കത്തില്ല. ഇനി ഡിവോഴ്സ് പേപ്പർ ഞാൻ ഒപ്പിട്ട് കൊടുക്കണമെങ്കിൽ അവളെ കല്യാണം കഴിഞ്ഞെങ്കിൽ മാത്രമേ ഞാൻ ഒപ്പിട്ട് കൊടുക്കുള്ളൂ. ഞാനിനി ഒരിക്കലും കല്യാണം കഴിക്കത്തില്ല. എനിക്കൊരു വേറൊരു ജീവിതവുമില്ല, വേറൊരു പെണ്ണുമില്ല. എൻ്റെ കൂടെ മരിക്കും കാലം വരെ ഇനി പാറു തന്നെയാണ്, അതിനൊരു മാറ്റമില്ല. പിന്നെ സജി അവസാനം പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചല്ലോ അല്ലെ. പാറു വേറെ കല്യാണം കഴിച്ചാലും ഞാൻ ഇനി വേറെ കല്യാണം കഴിക്കില്ല, എന്റെ ജീവിതത്തിൽ ഇനി വേറെ പെണ്ണില്ല എന്നാണ് സജി പറഞ്ഞത്. പക്ഷെ എങ്ങനെ പറഞ്ഞു, വെറും മാസങ്ങൾക്കുള്ളിൽ തന്നെ സജി വേറെ കല്യാണം കഴിച്ചു എന്നുള്ളതാണ്. പാറു ആണെങ്കിൽ ഇപ്പോഴും സിംഗിൾ ആണെന്ന് തോന്നുന്നു. എന്തായാലും അത് അവിടെ നിൽക്കട്ടെ. പാറുവുമായി ലീഗലി വേർപിരിഞ്ഞിട്ടുണ്ടെങ്കിൽ സജി വേറെ കല്യാണം കഴിച്ചാലും ഇല്ലെങ്കിലും അതിൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അയാൾ പറഞ്ഞ വാക്ക് പാലിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം. സോഷ്യൽ മീഡിയയിൽ ഒന്ന് ആളാവാൻ വേണ്ടിയിട്ടാകാം സജി അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞത്. എന്റെ ജീവിതത്തിൽ വേറെ പെണ്ണില്ല, അതൊക്കെ ഒരു ആവേശത്തിൽ കയറി പറയുന്നതാണ്. പക്ഷെ വേറെ പെണ്ണിനെ കണ്ടപ്പോ സജി പറഞ്ഞ കാര്യമൊക്കെ മറന്നുപോയി എന്ന് തോന്നുന്നു. അതെന്തേലും ആവട്ടെ. എന്തായാലും സജി പറഞ്ഞ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? അതായത് എന്റെ ഭാഗത്ത് തെറ്റുകൾ വന്നിട്ടുണ്ട് എന്ന് സജി തുറന്ന് സമ്മതിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാറുവിന്റെ ഭാഗത്തുനിന്നും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നും സജി പറയുന്നുണ്ട്. പക്ഷെ തന്റെ ഭാഗത്താണ് കൂടുതൽ തെറ്റുകൾ സംഭവിച്ചത് എന്നുള്ള രീതിയിലാണ് സജി പറഞ്ഞു വെക്കുന്നത്. തെറ്റുകളെല്ലാം തിരുത്തി ഒന്നിച്ച് ജീവിക്കാൻ താൻ തയ്യാറാണ് എന്നും സജി പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അത് നടന്നില്ല എന്ന് മാത്രം. നേരത്തെ പാറു പറഞ്ഞത് ഓർമ്മയില്ലേ? പബ്ലിക്കായി പറയാൻ പറ്റാത്ത ഒരു കാരണം കൊണ്ടാണ് സജിയുമായി പിരിഞ്ഞത് എന്നാണ് പാറു പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ സജി തന്റെ ഭാഗത്താണ് കൂടുതൽ തെറ്റുകൾ സംഭവിച്ചിട്ടുള്ളത് എന്ന് തുറന്നു പറയുകയും ചെയ്തു. പക്ഷെ രണ്ടുപേരും ഇവിടെ യഥാർത്ഥ കാരണം എന്താണെന്നുള്ളത് വെളിപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഈ കാര്യത്തിൽ എനിക്ക് ഇവരോട് ബഹുമാനമുണ്ട്. അങ്ങനെ തീർത്തും വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ പബ്ലിക്കായി സംസാരിക്കാത്തതാണ് എന്തുകൊണ്ട് നല്ലത്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധവും അവർക്കിടയിലുള്ള പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ അവർക്കിടയിൽ ഒതുങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. വെറുതെ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിരുന്നു പറഞ്ഞ് ഒരു ചർച്ചയാക്കാതിരിക്കുന്നതാണ് എന്തുകൊണ്ട് നല്ലത്. പക്ഷെ ഇപ്പൊ ഇവര് തമ്മിൽ പിരിഞ്ഞ് ഏകദേശം 1 വർഷം ആവാനായ ഈ സമയത്ത് സജി വീണ്ടും ഈ വിഷയം കുത്തിപ്പൊക്കിയത് എന്തുകൊണ്ടാണെന്നാണ് എനിക്കൊട്ടും മനസ്സിലാവാത്തത്. അതും പുതിയ ഭാര്യയുടെ കൂടെ തന്നെ വന്നിരുന്നുകൊണ്ട് പാറുമായിട്ടുള്ള പ്രശ്നങ്ങൾ സംസാരിച്ചത് ഒട്ടും ശരിയായിട്ടില്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ഒരാഴ്ച മുമ്പ് എങ്ങാണ്ടുമാണ് ഭാര്യമൊത്തുള്ള വീഡിയോ സജി പോസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് എന്തായാലും ആ വീഡിയോയുടെ ചില ഭാഗങ്ങളൊന്നും കണ്ടോക്കാം. ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് ഇവിടെ ഇരിക്കുകയാണ്. എന്നിട്ടിനി ഞങ്ങൾ തമ്മിൽ എങ്ങനെ കണ്ടുമുട്ടി എന്നുള്ള കാര്യം അച്ഛൻ തന്നെ പറയത്തില്ലേ? പറയാം. അതിനുപരി ഇവർ വിചാരിക്കും ഞാൻ പുലിത്തോൽ എടുത്തുകൊണ്ട് കിടക്കുകയാണ്. സംഭവം വേറൊന്നുമല്ല, കയ്യിലേക്ക് കൊടുത്തുകൊണ്ടെത്തി കിടക്കുന്നത്. തിരിഞ്ഞ് മറിഞ്ഞ് അങ്ങോട്ട് കിടക്കുമ്പോൾ അത്യാവശ്യം അത് കുഴപ്പമില്ല. അപ്പോൾ ഇനി കണ്ടുമുട്ടിയ കാര്യം പറയണമല്ലോ. ചിരിക്കുന്നു. കണ്ടുമുട്ടിയ കാര്യം ഒരുപാടുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേരെന്തുവാണ്, യൂട്യൂബ് ചാനൽ എങ്ങനെയായിരുന്നു, ഇതിനു മുമ്പ് എങ്ങനെയായിരുന്നു, എൻ്റെ കൂടെ ആരായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ എന്തോ സാഹചര്യം ജീവിക്കാൻ അനുവദിച്ചില്ല. ഒരുപക്ഷെ ഞാൻ അന്നും പറയുന്നു, എൻ്റെ ഭാഗത്ത് തെറ്റുകളുണ്ടാവാം, പിന്നെ അവരുടെ ഭാഗത്തും തെറ്റുകളുണ്ടാവാം. അങ്ങനെ ഒരു കൈ കൂട്ടിമുട്ടിയ ശബ്ദം ഉണ്ടാകത്തില്ലല്ലോ, 2 കൈ കൂട്ടിമുട്ടിയാലും ശബ്ദം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒരു വ്യക്തിയെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ട് പറ്റില്ല. കാരണം 8 വർഷം എൻ്റെ കൂടെ ജീവിച്ചതാണ്. ആ വ്യക്തിക്ക് ഒന്നിനും ഒരു കുറവ് ഞാൻ വരുത്തിയിട്ടില്ല. അതെല്ലാവർക്കും അറിയാവുന്നതാണ്, ടീമിലുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ്. ടീമിലെന്നല്ല, എല്ലാവർക്കും അറിയാവുന്ന, എന്നെ അറിയാവുന്നവർക്കും എൻ്റെ കൂടെ ഞങ്ങളെക്കുറിച്ച് അറിയാവുന്നവർക്കെല്ലാം അറിയാവുന്നതാണ്. പിന്നെ തെറ്റുകുറ്റങ്ങൾ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകും. അത് ക്ഷമിച്ചും സഹിച്ചും പോകേണ്ടതാണല്ലോ ജീവിതം. ഇതെല്ലാം പണ്ട് ഒരു തവണ പറഞ്ഞ കാര്യങ്ങളല്ലേ സജി, പിന്നെ എന്തിനാണ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നത്? പബ്ലിക്കായിട്ട് പറയാൻ താല്പര്യമില്ല എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞിട്ട് ഇപ്പം പിന്നെയും വന്നിരുന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണല്ലോ. പുതിയ ഭാര്യയെ എങ്ങനെ കണ്ടുമുട്ടി എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോ എന്നതാണ് നിങ്ങൾ തുടക്കത്തിൽ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയ കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് സംസാരിച്ചൂടെ? എന്തിനാണ് ആദ്യ ഭാര്യയായിട്ടുള്ള പാറുവിനെ ഇതിലേക്ക് വീണ്ടും വലിച്ചിരിക്കുന്നതെന്ന് എനിക്ക് അവിടെ മനസ്സിലാവുന്നില്ല. എന്തായാലും ബാക്കിയോട് പറഞ്ഞാട്ടെ. അതൊക്കെ പോട്ടെ. പിന്നെ ഞാൻ ആ വ്യക്തി ഞാൻ കുറ്റം പറഞ്ഞില്ല. കാരണം ഒരു വ്യക്തിയുടെ ജീവിക്കാൻ താല്പര്യമില്ലാതെ പോകുമ്പോൾ അതിനെന്തെങ്കിലും കാരണങ്ങളുണ്ടാവാം. കാരണമുണ്ട്, അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. അവരവരുടെ ഇഷ്ടങ്ങളല്ലേ, ആരോടെ ജീവിക്കണം. ചിലർക്ക് അച്ഛനും അമ്മയും മതിയായിരിക്കും, ചിലർക്ക് വേറെ ജീവിതം വേണമായിരിക്കും, ചിലർക്ക് ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക് ജീവിക്കാനായിരിക്കും ആഗ്രഹം. അത് അവരവരുടെ ഇഷ്ടങ്ങളല്ലേ. ആ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുന്നതിന് മുമ്പ് ജീവിതം തകരരുത് എന്നുള്ളതുകൊണ്ട് പോയ സമയത്ത് ഞാൻ ഒരുപാട് പേരെ വിട്ട് സംസാരിപ്പിച്ചു. ഞാൻ തന്നെ പോയി അവരെ വീടിൻ്റെ മുമ്പിൽ പോയി കരഞ്ഞ് കാല് പിടിച്ച് ഞാൻ സംസാരിച്ചു. പിന്നെ ചർച്ചിൽ നിന്ന് ഞാൻ പാസ്റ്ററെ എല്ലാവരെയും ഞാൻ വിട്ട് സംസാരിച്ചു. പിന്നെ അത്യാവശ്യം ഉള്ള ആൾക്കാരൊക്കെ കൊണ്ട് ഞാൻ വിളിപ്പിച്ച് സംസാരിപ്പിച്ചു. തിരിച്ച് വരത്തില്ല എന്നായി. അവസാനം ഞാൻ ഇങ്ങനൊരു സജഷൻ പറഞ്ഞു.
ഞാൻ നമ്മൾ തമ്മിലുള്ള ഇനി എന്നെ വിശ്വാസക്കുറവാണെങ്കിൽ, എൻ്റെ ജീവിതത്തിൻ്റെ ഫാൾട്ടാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഞാൻ എൻ്റെ ഇൻസ്റ്റ കണക്ട് ചെയ്തിടാം, നമുക്ക് രണ്ടുപേർക്കും വാട്സപ്പ് രണ്ടുപേർക്കും കണക്ട് ചെയ്തിടാം, ഫേസ്ബുക്ക് കണക്ട് ചെയ്തിടാം, കോൾ കണക്ട് ചെയ്തിടാം. നമുക്കിത് സന്തോഷത്തോടെ ജീവിക്കാം. എൻ്റെ ഭാഗത്ത് തെറ്റ് വല്ലതും ഉണ്ടെങ്കിൽ എൻ്റെ ഭാഗത്ത് ഇത് തെറ്റ് ഉണ്ടാകത്തില്ലെന്ന് വരെ ഞാൻ പറഞ്ഞു. ഞാൻ കാല് പിടിച്ച് കരഞ്ഞു, എന്നിട്ടും വരാൻ താല്പര്യമില്ല. ഓക്കെ, അപ്പൊ സജിയും പാറും പിരിയാടെ കാരണം എന്ന് പറഞ്ഞത് പരസ്പരമുള്ള വിശ്വാസക്കുറവാണ്. കാരണം പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം സജിന്റെ വായിൽ നിന്ന് തന്നെ സത്യം പുറത്തു വന്നു. പാറുവിന് സജിയെ സംശയം ഉണ്ടായിരുന്നു എന്നർത്ഥം. അതായത് വല്ല അവിഹിത ബന്ധമുണ്ടോ എന്നുള്ളത് തന്നെ ആയിരിക്കണം സംശയം. അതുകൊണ്ടാണല്ലോ തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുടെ പാസ്വേഡ് മറ്റുമൊക്കെ പാറുവിന് കൊടുക്കാൻ തയ്യാറാണെന്ന് സജിക്ക് പറയേണ്ടി വന്നത്. തന്റെ ഭാഗത്താണ് കൂടുതൽ തെറ്റുകൾ സംഭവിച്ചതെന്നും സജി ഇടയ്ക്കിടെ പറയുന്നുണ്ട്. ഇതിൽ നിന്നെല്ലാം സംഭവങ്ങൾ എന്താണെന്നുള്ളത് ഏകദേശം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും ഇപ്പൊ ഇതെല്ലാം വീണ്ടും പറയേണ്ട യാതൊരു ആവശ്യവും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് വീണ്ടും എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. ഇതെല്ലാം ഒരു ആവശ്യവും ഇല്ലാതെ സജിയായിട്ട് കുത്തിപ്പൊക്കിയതാണെന്ന് ഞാൻ പറയും. എന്തായാലും ബാക്കി കൂടി ഇട്ടോക്കാം എന്ന് മനസ്സിലാക്കി വീണ്ടും ഞാൻ 7 മാസം ഞാൻ വീട്ടിൽ ഒറ്റയ്ക്ക് ഭക്ഷണമില്ലാതെ ഞാൻ ആ വല്ലാത്തൊരവസ്ഥ. കാരണം എനിക്കാണെങ്കിൽ അച്ഛനില്ല, അമ്മയുമില്ല. പിന്നെ ഒരു സഹോദരൻ ജോലിയായിട്ട് പുറത്താണ്, സഹോദരി പാരപ്പള്ളിയിലാണ്. അപ്പോൾ ഞങ്ങൾ വാടകയ്ക്കാണ് താമസിച്ചുള്ളത്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് വീട്ടിൽ. അപ്പോൾ എനിക്ക് വേറെ ഒരു വീട് വാടകയ്ക്ക് എടുക്കണമെങ്കിലോ താമസിക്കണമെങ്കിലൊന്നും എനിക്കൊരു ഫാമിലി ഇല്ലാതെ ആരും വാടകയ്ക്ക് പോലും എനിക്ക് തരത്തില്ല. അപ്പോൾ ഞാൻ ഈ ഒറ്റയ്ക്ക് ഇങ്ങനെ വിഷമിച്ചിരുന്ന സമയം മാക്സിമം ആ പഴയ ജീവിതം എനിക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. പിന്നാണ് അതൊക്കെ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായത്. എന്തുകൊണ്ടാണ് നേരത്തെ എനിക്കറിയാമായിരുന്നു എന്നെ വേണ്ടെന്ന് പറഞ്ഞ് പോയത്. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ്, എല്ലാവർക്കും അത് മനസ്സിലായത് കൊണ്ടാണ്. എന്നൊരുവിധ ആൾക്കാർക്കല്ല ഇന്ന് എൻ്റെ കൂടെ ഉണ്ട്. ഇപ്പം V1 ഫോക്ക് മീഡിയയിൽ ഒരുവിധം ആർട്ടിസ്റ്റുകളല്ല എൻ്റെ കൂടെ നിന്നവർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ത് കാരണത്താലാണ് ആ വ്യക്തി പോയതെന്ന്. ഒക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. അവർ സന്തോഷത്തോടെ ജീവിച്ചോട്ടെ. എനിക്കിപ്പോൾ അവരോട് യാതൊരു പിണക്കോ ദേഷ്യങ്ങളൊന്നുമില്ല. പക്ഷേ എനിക്ക് ജീവിക്കണ്ടേ? ഭൂമിയിലൊരു ജീവിതമല്ലേ ഉള്ളൂ, എനിക്ക് ജീവിച്ചല്ലേ പറ്റും. അപ്പം സമൂഹം ചിലപ്പോൾ എന്നെ കുറ്റം പറയുമായിരിക്കും. കുഴപ്പമില്ല, പറഞ്ഞോട്ടെ. കാരണം സമൂഹത്തിൻ്റെ ചെലവിലല്ല ഞാൻ കഴിയുന്നത്. അതൊക്കെ അത്ര ഉള്ളൂ. സമൂഹം പലതും പറയും, അതൊന്നും നോക്കി ജീവിക്കാൻ കഴിയൂല. പക്ഷെ സമൂഹത്തെ കൊണ്ട് പറയിപ്പിക്കാൻ നമ്മളായിട്ട് ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. സജി ഇപ്പം ചെയ്യുന്നത് അതാണെന്ന് ഞാൻ പറയും. എല്ലാവരും അറിഞ്ഞിരുന്ന ഒരു കാര്യം വീണ്ടും പൊക്കി കൊണ്ടുവരികയാണ് സജി ചെയ്തത്. പുതിയ ഭാര്യയെ കണ്ടുമുട്ടിയതും നിങ്ങളുടെ ലവ് സ്റ്റോറിയും ഒക്കെ പറയാനായിരുന്നെങ്കിൽ അതങ്ങ് പറഞ്ഞു പോയാൽ മതിയായിരുന്നു. പഴയതൊക്കെ കുത്തിപ്പൊക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. ബാക്കി പറഞ്ഞാലും ദൈവം സഹായിച്ച് ഇപ്പം ആ 7 മാസം ഞാൻ കടന്ന് ഒരുപാട് വേദനിച്ചതിൻ്റെ കരഞ്ഞതിൻ്റെയൊക്കെ ദൈവം എനിക്ക് പഴയതുപോലെ എനിക്ക് റിക്കവറായി എനിക്ക് എല്ലാം തരുന്നുണ്ട്. റെക്കോർഡിങ്ങുകൾ വിൽസൺ സാറിൻ്റെ സ്റ്റുഡിയോയിൽ റെക്കോർഡിങ്. ഇപ്പോൾ സാറിന് ഞാൻ സ്വന്തമായിട്ട് ഞാൻ ആ പാട്ട് എഴുതി സംഗീതം ചെയ്ത് ഞാൻ തന്നെ പാടുന്നുണ്ട്. സ്വന്തമായിട്ട് ഒരുപാട് പാട്ടുകൾ എഴുതാൻ ദൈവം സഹായിച്ച് സാധിച്ചു, സംഗീതം ചെയ്യാൻ സാധിച്ചു. പിന്നെ അതുപോലെ തന്നെ എനിക്ക് നാടൻ പാട്ടിൻ്റെ ക്ലാസ് എടുക്കാൻ, അതും തിരുവനന്തപുരത്ത്. അത് ദൈവം സഹായിച്ച് വലിയ ഉദ്യോഗസ്ഥരെ, സർക്കാർ ജോലിക്കാരെ, അതൊക്കെ ഒരുപാട് സന്തോഷമായി ഞാൻ കാണുക. പിന്നെ അത്യാവശ്യം ഇപ്പം റെക്കോർഡിങ്ങുകളും വർക്കുകളും സ്റ്റേജ് ഷോ ഒക്കെ വരുന്നുണ്ട്. അത് നമ്മൾ ഒരു കാര്യമുണ്ട്, നമ്മളെല്ലാം തികഞ്ഞവരാണെന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ദൈവസന്നിധിയിലിരുന്ന് കരഞ്ഞ്, ദൈവമേ എൻ്റെ ഭാഗത്ത് തെറ്റുകളാണെങ്കിൽ ക്ഷമിക്കണേ, ഇല്ലെങ്കിൽ ആ വ്യക്തിയോട് പോയി എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് കരഞ്ഞ് കാല് പിടിച്ച് കരഞ്ഞ ദൈവവും ക്ഷമിക്കും. കാരണം ഈ ലോകത്ത് തെറ്റിയാത്തവരാരുമില്ല. എല്ലാവരുടെ കയ്യിലും ഒരു പിടി മരുന്നുണ്ടാകും. പക്ഷേ എനിക്കിപ്പോൾ വളരെ സന്തോഷമാണ്. പക്ഷേ മാക്സിമം ആ ജീവിതം ഞാൻ തിരിച്ചു കൊണ്ടുവരാൻ നോക്കി, നടന്നില്ല. അത് വേണ്ട എന്ന് പറഞ്ഞു. അത് എന്ത് കാരണത്താലാണ് വേണ്ട എന്നുള്ള കാര്യമൊക്കെ അത് നിങ്ങളോട് എനിക്ക് ചർച്ച ചെയ്യാൻ താല്പര്യമില്ല. അതെ, ചർച്ച ചെയ്യാൻ താല്പര്യമില്ല. പക്ഷെ ചർച്ച ചെയ്യുന്നത് മുഴുവനും ഈ കാര്യത്തെ കുറിച്ച് തന്നെയാണെന്ന് മാത്രം. എന്തോന്നടേ, അല്ല നിങ്ങൾ ചർച്ച ചെയ്യണമെങ്കിൽ ചർച്ച ചെയ്തോട്ടോ, നമുക്കൊരു കുഴപ്പമില്ല. ഇത് ചർച്ച ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറയുകയും ചെയ്യും, എന്നിട്ടോ അതെന്നെ ചർച്ച ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. എന്തായാലും ജീവിതം തിരിച്ചു പിടിച്ചല്ലോ, നല്ല കാര്യം. കുറെ കാലം ബുദ്ധിമുട്ടി എന്ന് പറഞ്ഞു, എന്നാൽ പിന്നീട് എല്ലാം തിരിച്ചു പിടിച്ചു. പഴയതിനേക്കാളും അടിപൊളിയാണെന്നും പറഞ്ഞു, നല്ല കാര്യം. എന്തായാലും ബാക്കി പറഞ്ഞട്ടെ. അത് അതിൻ്റെ നിയമപരമായിട്ടുള്ള കോടതിയൊക്കെ ഉണ്ട്, അതിൽ സംസാരിച്ചോളാം. അപ്പോൾ ഇപ്പോൾ വളരെ സന്തോഷത്തോടെ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി ഇനിയിപ്പോൾ ഞങ്ങൾ കണ്ടുമുട്ടുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു കാര്യം പറയണമല്ലോ. അതുകൊണ്ട് ഞാനിപ്പോൾ ബാക്കി കണ്ടുമുട്ടിയത് ഞാൻ എൻ്റെ ഭാര്യയെ, ഇപ്പോൾ എൻ്റെ എല്ലാമായ. കാരണം ഞാൻ ഒറ്റയ്ക്കിരുന്ന് ഞാൻ തകർന്നിരുന്ന സമയത്ത് എൻ്റെ കൂടെ വന്ന് എൻ്റെ തുണയായവളാണ്. ഞാൻ സകല കാര്യങ്ങൾ ഒരു കള്ളം പോലും ഞാൻ മറച്ചു വെക്കാതെ എൻ്റെ സകല കാര്യങ്ങൾ ഞാൻ തുറന്നു പറഞ്ഞ് എന്നെ സ്വീകരിച്ചവളാണുള്ളത്. ഇപ്പം എനിക്ക് എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ഭൂമിയിൽ എനിക്ക് ഏറ്റവും വലിയ ലോകം ഇതാണ്.
ഏറ്റവും വലിയ ലോകം എനിക്കിതാണ്. പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അതിന് കണ്ണു നിറയും. ബാക്കി അദ്ദേഹം പറയും. പാറു ഇല്ലാതെ മറ്റൊരു പെണ്ണ് എന്റെ ജീവിതത്തിലില്ല, ഞാൻ ഇനി വേറെ കല്യാണം കഴിക്കില്ല, പാറുവിന് ഡിവേഴ്സ് കൊടുക്കില്ല, അവളെ എനിക്ക് തന്നെ വേണം എന്നൊക്കെ പറഞ്ഞ ആളാണ് ഇപ്പൊ വന്നിരുന്ന് പുതിയ ഭാര്യയെ പൊക്കിയടിക്കുന്നത്. അല്ല, കുഴപ്പമൊന്നുമില്ല, നല്ല കാര്യമാണ്. ഒരു മാറ്റമൊക്കെ എന്തുകൊണ്ട് നല്ലതാണ്. പക്ഷെ ഡയലോഗ് അടിക്കുമ്പോൾ സൂക്ഷിക്കണമെന്ന് മാത്രം. വിവാഹ ജീവിതമാകുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവും, ഡിവേഴ്സ് നടക്കും, അതൊക്കെ സ്വാഭാവികമാണ്. ഇന്നത്തെ കാലത്ത് അതൊന്നും ഒരു പുത്തരിയല്ല. ഇതിനൊക്കെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നതിലൊക്കെയാണ് കാര്യം. എന്റെ എല്ലാ വീഡിയോയിലും വന്ന് പാറ എന്ന് എപ്പോഴും എല്ലാവരും ചോദിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യേണ്ടി വന്നത് എന്ന് മറ്റൊരു വീഡിയോയിൽ സജി പറയുന്നത് കണ്ടിരുന്നു. അതായത് ഇങ്ങനെ കമന്റ് ഇടുന്നവരെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതെന്നാണ് സജി പറയുന്നത്. അങ്ങനെയെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഇങ്ങനെ എത്ര കാലം ആളുകളെ ബോധിപ്പിക്കും? ഇതിനൊന്നും ആവശ്യമില്ല സുഹൃത്തെ. നിങ്ങൾ ഓൾറെഡി മാസങ്ങൾക്ക് മുമ്പ് ഇതിനെല്ലാം വിശദീകരണം തന്നതാണ്. അന്ന് പിന്നെ നിങ്ങൾ എന്റെ ജീവിതത്തിൽ പാറമില്ലാതെ മറ്റൊരു പെണ്ണിലെന്നൊക്കെ വെച്ച് കാച്ചി, അത് പോട്ടെ. പക്ഷെ ഇത്രയും കാലം സോഷ്യൽ മീഡിയയിലും സ്റ്റേജ് പരിപാടികളിലും എല്ലാം ഒരുമിച്ച് വന്നിരുന്ന നിങ്ങൾ ഒരു ദിവസം തമ്മിൽ പിരിഞ്ഞു. സ്വാഭാവികമായിട്ടും അത് നിങ്ങളുടെ ഓഡിയൻസിനെ അറിയിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നി, നിങ്ങൾ അത് അറിയിച്ചു. അതിൽ യാതൊരു കുഴപ്പമില്ല, നല്ല കാര്യമാണ്. പക്ഷെ അവിടെ നിർത്തണമായിരുന്നു. പിന്നെയും ആളുകൾ അത് ചോദിച്ചു ഇത് ചോദിച്ചു എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇങ്ങനെ ഓരോ വീഡിയോയിലും വന്നിരുന്ന് പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് പിന്നെ നിങ്ങൾക്ക് ഒരു വിനയായി മാറുന്നത്. അത് മറക്കരുത്. ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞു, അത് മതി, അവിടെ കഴിഞ്ഞു. പിന്നെ ആളുകൾ എന്ത് ചോദിക്കുന്നു എന്ന് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് നടന്നതെന്ന് ആരെയും ബോധിപ്പിക്കേണ്ട കാര്യം നിങ്ങൾക്കില്ല. പക്ഷെ നിങ്ങൾ വന്നിരുന്ന് പകുതി പറയും, പകുതി പറയില്ല. ആവശ്യമില്ലാത്ത ഓരോ ഡയലോഗും അടിക്കും, അവിടെയും ഇവിടെയും തൊടാതെ ഓരോരോ കാര്യങ്ങൾ പറയും. ഇങ്ങനെയൊക്കെ ആകുമ്പോഴാണ് പ്രശ്നം. നിങ്ങളായി നിങ്ങളുടെ ജീവിതമായി, പാറുവായി അവരുടെ ജീവിതമായി. വേറെ ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബോധിപ്പിക്കാൻ ശ്രമിക്കും തോറും നിങ്ങൾ തന്നെ മാറും. നിങ്ങളുടെ ജീവിതം എല്ലാവർക്കും ഒരു കോണ്ടന്റ് ആയിട്ട് മാറും, അത്രയേ ഉള്ളൂ. സോ തെറ്റാരുടെ ഭാഗത്തും ആയിക്കോട്ടെ, ആ ചാപ്റ്റർ കഴിഞ്ഞു. നിങ്ങൾക്ക് ഇപ്പൊ പാട്ടും പരിപാടിയും ഒക്കെ ഉണ്ട്. പാറുവിനും അങ്ങനെ തന്നെയാണ്. അപ്പൊ പിന്നെ രണ്ടുപേരും ആ വഴിക്കങ്ങ് പോയാട്ടെ, അതല്ലേ നല്ലത്. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.